ഹലോ ഗൈസ്, നമുക്കിന്ന് താള് കറി ഉണ്ടാക്കാം. ചേമ്പിൻ്റെ കണ്ടിച്ചേമ്പിൻ്റെ തണ്ട് വെട്ടിയിട്ട് നമുക്കിന്ന് താളിൻ്റെ കറി ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം മറക്കാതെ എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ ചാനലൊന്ന് എല്ലാവരിലേക്കും എത്തിച്ചു തരിക കേട്ടോ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. വരൂ കൂട്ടുകാരെ, നമുക്ക് താള് കറി ഉണ്ടാക്കാൻ പോവാം. നമുക്ക് ചേമ്പും താള് കറി ഉണ്ടാക്കാനായിട്ടുള്ള ചേമ്പിൻ്റെ തണ്ട് പറിക്കാൻ പോവാം. ചേമ്പിലെ തണ്ട്. വരൂ കൂട്ടുകാരെ. കണ്ടോ, ഇതുപോലെയുള്ള ഇതൊക്കെ മുറിക്കാം നമുക്ക്. കണ്ടോ, ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ചേമ്പ്. വലിയ ചേമ്പില്ലേ, കണ്ടിച്ചേമ്പെന്ന് പറയും നമ്മളുടെ ഇവിടെ. ആ ചേമ്പിൻ്റെയാണിത്. നമുക്കിത് ഇലകളൊക്കെ ഇതിൻ്റെ തണ്ട് പറിക്കാം. ചേമ്പിൻതാള് കർക്കിടക അല്ലയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. കർക്കിടകത്തിന് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഉണ്ടോ, നമുക്കിത് ഇത് മുട്ടുന്നിടമൊക്കെ ഭയങ്കര കറിയാട്ടോ. ഉടുപ്പൊക്കെ സൂക്ഷിച്ച് വേണം ഇത് പറിക്കാൻ. നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. ഇതിൻ്റെ ഇലകളും എടുക്കാം കേട്ടോ. ഈ തണ്ടുണ്ടല്ലോ, ഈ നാര് ഉണ്ടോ, അത് കളഞ്ഞെടുത്താൽ മതി. ഓക്കെ, നമുക്കിനി ഇതിവിടെ കുറച്ച് ഒന്ന് വാടാൻ വെക്കാം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ നാര് കളയാൻ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഇല ഒന്ന് കിടന്നൊന്ന് തണ്ടും ഒന്ന് വാടട്ടെ. അതിന് ശേഷം നമുക്ക് നന്നാക്കിയെടുക്കാം. അതൊന്ന് വെയിൽ കൊണ്ടിട്ട് ഈ ഇലകളൊക്കെ ഒന്ന് വാടട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചുരണ്ടിയൊക്കെ എടുക്കാം. ചേമ്പ് പറിക്കാൻ വന്നപ്പോൾ കണ്ട ഒരു പഴമാണിത്. എന്താണെന്നറിയില്ല, ഇത് കഴിക്കണതാണോ അല്ലാത്തതാണോ എന്നറിയില്ല. നല്ല ഭംഗിയുണ്ട്. പച്ച കളറിലാണ് ഇതിൻ്റെ കായ്കൾ വരുന്നത്. പക്ഷേ അത് പഴുത്ത് കഴിയുമ്പോൾ കണ്ടു നല്ല നല്ല ബ്ലാക്ക് കളറായിട്ട് നല്ല ഭംഗിയുണ്ട്, മുന്തിരി പോലെ. ഇത് നിറച്ച് ആ ഒരു തൈയിൽ നിറച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഏത് ചെടിയാണെന്ന് അറിയില്ല, ഇത് ഉപയോഗിക്കണമാണോ എന്നും അറിയില്ല. നല്ല, അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി, നിറച്ചുണ്ട് ഇത്. കണ്ടോ, അതെന്ത് മധുരമുള്ളതാണെന്ന് തോന്നുന്നത്. ഉറുമ്പ് പിടിച്ചിട്ടുണ്ട് അതിൽ, കണ്ടോ. മധുരിപ്പിള്ളാണെന്ന് തോന്നുന്നത്. കണ്ടോ, നിറച്ചതിൽ ഉറുമ്പും പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഉണ്ടോ, ഇത് രസമല്ലേ കാണാൻ. അത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു.
ഇത് ഉപയോഗിക്കുന്നതാണോ എന്ന് അറിയില്ല. സോപ്പ് വെള്ളമൊക്കെ കലക്കി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ വാഴയ്ക്ക് സോപ്പ് വെള്ളം ഒഴിക്കണം നല്ലതാണെന്ന് പറയാമല്ലോ. ഞാനതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. നമുക്ക് വേപ്പില പറിച്ചെടുക്കാം. എൻ്റെ വേപ്പില അത്ര വലുതല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ വാടിയതാണെങ്കിലും പുറത്തുള്ള വേപ്പില സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. ഇത് അധികം ഒടിച്ച കുഞ്ഞു വേപ്പില അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ അധികം അങ്ങനെ ഒടിക്കാറില്ല ഇതിൽ നിന്ന്. ഇടയ്ക്കൊക്കെ ഒന്ന് പച്ച നിങ്ങളെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ് ഇതിൽ നിന്ന്. അധികം ഇല്ല എനിക്ക് വേപ്പ്, ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഈ കുഞ്ഞു വേപ്പുകളേ ഉള്ളൂ. ഓ, അതൊട്ടിഞ്ഞ് ഇതായി പോകാനുമില്ല. കിട്ടി. താളുകറിയാണെങ്കിൽ പോലും അതിനൊരു കുറച്ചും ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ വെയിൽ ചീര, അതായത് മൈസൂർ ചീര പറിക്കുന്നുണ്ട്. ഉണ്ടോ? കണ്ടോ? പുളിയൊക്കെ ഇരുന്ന് മുളച്ചു. ഞാനതൊക്കെ പെറുക്കിയെടുത്തേക്കുവാണ്. അതൊക്കെ തന്നെ വേഗം പൊളിച്ചെടുക്കാമെന്ന് വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കാമ്പ് മുഴുവനും ഇതായിപ്പോവും, തൊണ്ട് പോലെ ആയിപ്പോവും. അതുപോലെ ഇത് നല്ല ടേസ്റ്റുമാണല്ലേ ഇടുന്നത്. ഇനി ഞാനിതെല്ലാം പൊളിച്ചെടുക്കട്ടെ. നമുക്ക് അതിൻ്റെ ഗ്രേവി പോലെ ഉണ്ടാക്കാനായിട്ട് പീര ചെരുവി എടുത്തിട്ടുണ്ട്. തളിക്കറിയുടെ കേട്ടോ, പീര ചെരുവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് കട്ട് ചെയ്തിടാം. പീര ഒന്ന് വാട്ടാനുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഉണക്കമുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നതാണ് കാണോ ഉള്ളി, ചെറിയ ഉള്ളി കേട്ടോ. അതിൻ്റെ മുളച്ചതെല്ലാം ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കാം. പിന്നെ വേപ്പില, പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് രണ്ടും ഇടാം. പിന്നെ കൊടംപുളി ഒരു ചെറിയ കഷ്ണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരുത്താനുള്ളത്. പണ്ട് കാലങ്ങളിൽ പറയാറുണ്ട് താളിയല്ലേ കറി, അതായത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്കൊന്ന് ഇത്തിരി രുചിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കൊടംപുളി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത്രയും സാധനങ്ങൾ ഇതിട്ടൊന്ന് നമുക്ക് അടുപ്പത്തിട്ട് വാട്ടിയെടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ താളിയുടെ കൂടെ ഇതും കൂടി ചേർക്കുന്നുണ്ട്. കണ്ടോ, മൈസൂർ ചീര. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. തനിച്ച് അങ്ങനെ പുളി ചേരുമ്പോൾ തന്നെ മീൻകറിയുടെ ഒരു ചെറിയ ഒരു അനിയനായിട്ട് വരും. അപ്പം നമുക്കിത് വാട്ടിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 സ്പൂൺ. നമുക്കിത് ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റി ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കാം. പുളിയൊക്കെ ഉള്ളതുകൊണ്ടേ ഇത് കുറച്ച് ഒന്ന് ഇരുന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
ഇച്ചിരി ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞ് അപ്പം തന്നെ ഉപയോഗിക്കണേക്കാളും ഇത്തിരി ഇരുന്ന ശേഷം ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ടേസ്റ്റാണ് ഇത്, തേങ്ങയും പുളിയും ഒക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഒന്ന് ഇരുന്നാൽ കുറേ കൂടി ടേസ്റ്റ് കിട്ടും. നേരെ തീയിലിട്ട് നമുക്ക് പീര വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തേങ്ങയ്ക്ക് മധുരിപ്പുള്ളതാണല്ല, മധുരമുള്ളത് അടിക്കരി. നന്നായി ഇതിനെ വാട്ടിയെടുക്കാം. എന്താ ഈ പുളിയും മുളകും വേപ്പിലയും ഒക്കെ ചേർന്നതിൻ്റെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ഇപ്പം ഉപ്പ്, നമുക്ക് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു പിഞ്ച്. മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ആറിയ ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം, പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ചേമ്പിലയും തണ്ടും അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നേരം വെയിലത്ത് വെച്ച ശേഷമാണ് ഞാൻ അരിഞ്ഞത്. കാരണം അതിൻ്റെ നാര് എന്നാലേ നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. തൊണ്ടോടുകൂടി നാരായിട്ട് ഇങ്ങനെ നല്ല എളുപ്പം വലിച്ച് അതിങ്ങനെ നാരി കളയാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം വെയിലത്തിട്ട ശേഷമാണ് ഞാനത് നാര് കളഞ്ഞ് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് ഇടുക, കഴുകി വെക്കുക. ഇതിപ്പോൾ ഞാനിത് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഇതിൽ എടുത്ത് വെച്ചേക്കുന്ന. വെള്ളം വാർന്ന് പോട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പീര നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ തേങ്ങ വാട്ടിയത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. പുളിയും ഒക്കെ ചേർത്ത് കൊണ്ടേ നല്ല ചമ്മന്തിയുടെ മണം വരുന്നുണ്ട്. നല്ല പേസ്റ്റായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. അത് ചട്ടിയിൽ കിടന്ന് ചൂടായി പൊട്ടട്ടെ. കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഈ മുളക്, വേപ്പില, ഉള്ളി ഇത്രയും വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് മൂക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടാട്ടം കഴിക്കണ പോലെ കഴിക്കാം. അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് ഉള്ളി, വേപ്പില ഇട്ട് കൊടുക്കാം. അതായത് പൊടിക്ക് ഉപ്പിട്ടിട്ടുണ്ട്. പോരാത്തത് ലാസ്റ്റ് നോക്കട്ടെ, ആ സവളയൊക്കെ മുരിയാനായിട്ടേ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി തേങ്ങയിലും ചേർത്തിട്ടുണ്ടല്ലോ നമ്മൾ ഉപ്പ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. എന്നെ ഹെൽപ്പ് ചെയ്യണേ എല്ലാവരും.
നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. കർക്കിടകത്തിന് എല്ലാവരും താളിയും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കഴിച്ചോ? ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് കയറി നോക്ക് കേട്ടോ. കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. ഓക്കെ, ഈ മാസം വിട്ടു പോകരുത്. മാക്സിമം പറ്റുന്ന ആളുകളെല്ലാം വീട്ടിൽ നിന്ന് തന്നെയൊക്കെ പറിച്ച് എടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. അല്ലാത്ത ആളുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് മേടിച്ച് ഈ മാസം ഉപയോഗിക്കുക കേട്ടോ. ഈ മാസമാണ് പ്രധാനം. അപ്പോൾ ഈ മാസം മിസ് ചെയ്യരുത്, അത് നമുക്ക് അത്രയും ഗുണം ചെയ്യും. നന്നായിട്ട് മൂക്കട്ടെ. ഇത് നന്നായി മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച മറ്റേ മൈസൂർ ചീര ഉണ്ടല്ലോ, വേലിച്ചീര എന്ന് പറയുന്നത്, അതിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കേട്ടോ, അത് വാടി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ ചുരുങ്ങി. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കണ്ടിച്ചേമ്പിൻ്റെ തണ്ടും ഇലയും കൂടി മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പാത്രം ഇങ്ങനെ നിറഞ്ഞിരിക്കും. ചൂടാക്കുമ്പോൾ ഇതുപോലെ താന്നോളും. അതൊന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒതുക്കി ചുരുങ്ങി കഴിയുമ്പോൾ ബാക്കി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതൊക്കെ ചെറുതാവും, ചുരുങ്ങും. നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് അത് ചുരുങ്ങി വരും വരെയും കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കതിനെ ഒതുക്കിയെടുക്കാം. കണ്ടോ, അതിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ചട്ടി പകുതിയായി, ഇനിയും അത് ഒതുങ്ങും. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അടിച്ചത് ചേർക്കാം. ആ തേങ്ങ അടിച്ചതിൻ്റെ അകത്ത് കിടന്നിത് വേവട്ടെ. ഓക്കെ, തേങ്ങ അടിച്ച പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് താളിയായിട്ട് മിക്സ് ചെയ്യാം. അത് ഈ തേങ്ങയുടെ പേസ്റ്റിൽ കിടന്നത് വേവട്ടെ. ഇതിൽ ചൊറിഞ്ഞണമൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ
കഴിഞ്ഞ ദിവസം കർക്കിടകക്കഞ്ഞി ഇട്ടല്ലോ, അതിൽ ഞാൻ ചൊറിഞ്ഞണമൊക്കെ ചേർത്തിട്ടുണ്ട്. ഒരുപാട് ചേർത്തിട്ടില്ല കേട്ടോ. മൂത്തത് നോക്കിയല്ല, കക്ക് ചൊറിഞ്ഞണം നോക്കിയാൽ ഞാൻ ഇട്ടത്. എനിക്കത് ചൊറിയോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട്. പക്ഷെ ചൊറിഞ്ഞൊന്നുമില്ല കേട്ടോ. അധികം മൂത്തതല്ലാണ്ട് കിളുന്ത് പോലെയുള്ള ഇലയുള്ള ചൊറിഞ്ഞണം. അത് ഞാൻ വേരോടുകൂടി തന്നെ ചേർത്തു. അടിച്ച് പച്ചമരുന്നെല്ലാം കൂടി അടിച്ച കൂട്ടത്തിൽ എല്ലാം സമൂലം ചേർത്തിട്ടുണ്ടല്ലോ അതിൽ, വേരോടുകൂടിയൊക്കെ. അതുപോലെ തന്നെ ചൊറിഞ്ഞണം ഞാൻ വേരോടുകൂടിയാണ് ചേർത്തത്. ചൊറിച്ചില ഒന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണുക, അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നേരി തീയിലിരുന്ന് വേവട്ടെ. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാവരും പറ്റുന്ന ആളുകൾ താളിയൊക്കെ കറി വെച്ച് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും തമ്മിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുമ്പോട്ടുള്ള യാത്ര കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.